രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതീവ ഗുരുതരമായ കുറ്റം ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തുവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലാക്കിയിടത്തോളവും ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയൊരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. ഷാഫി പറമ്പിലായിരുന്നാലും KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല. അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഗവൺമെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് കർശനമായ നടപടി സ്വീകരിക്കുന്നു. ഈ രാഹുലിന് പിന്തുണ കൊടുക്കുന്നത് മാത്രമല്ല, ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് പല നേതാക്കളും നടത്തുന്നത്. അതിനൊരു നടപടി വേണ്ടതല്ലേ? അല്ല, അതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്നലെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് രാജിവെക്കണമെന്നാണ് രാഹുൽ. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ഈ മുകേഷ് MLA സമാനമായ കേസിൽ പ്രതിയേറ്റ് കുറ്റപത്രം കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. മുകേഷ് ഇല്ലാത്ത എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്? അദ്ദേഹം രാജിവെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയാം. ഈ കേസുകാരനടക്കം പരസ്യമായി രാഹുലിനെ ഒരു പാവമായി ആ രീതിയിലേക്ക് ന്യായീകരിക്കുന്നു. അത്തരം ന്യായീകരണങ്ങളെല്ലാം തെറ്റാണെന്നുള്ളതാണ്. മാധ്യമങ്ങൾ കാണേണ്ടത് മനുഷ്യത്വത്തിലും സ്ത്രീ പക്ഷത്തു നിന്നും നമ്മൾ ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോൾ മാത്രമേ ഇതിന് എത്രമാത്രം ഗൌരവമുണ്ടെന്നും എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്നുള്ളവരെ മനസ്സിലാവും. അതെനിക്കറിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ഇടതുപക്ഷത്തിലെ നേതാക്കളടക്കം വേദി പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങടക്കമുള്ള അങ്ങനെ ജാഗ്രത കുറവുണ്ടായിട്ട് തോന്നുന്നു. ഒരു ജാഗ്രത കുറവുമില്ല. നമുക്ക് വേദി പങ്കെടുക്കാൻ പാടുള്ളതായിരുന്നു. അതെല്ലാം നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.